Hi all, welcome back to my YouTube channel. So I have a long video. Reason I was preparing for my B2 exam. So and after that exam I was waiting for my result, and by the grace of God I passed all my modules in the first attempt itself. Praise the Lord. So this video is going to be about how I prepared myself for the B2 exam, the strategies or the way, the methods, the resources that I used which helped in my journey. So without wasting much time, let's get right into this video. So the first and foremost thing is nothing else than knowing your exam format. I'm sure that by this time you must have decided which exam you're going to write. There are many exams. For example, Goethe, TELC and OST. So ഞാൻ എഴുതിയത് TELC ആയിരുന്നു. സോ നിങ്ങളുടെ എക്സാമിൻ്റെ അത് എന്തിട്ടാണ് ഫോമാറ്റ് എന്തിട്ടാണ് അത് നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫോർ ദ TELC യൂസേഴ്സ് ഐ എം ജസ്റ്റ് ടെലിംഗ് യു, നമുക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹ്യൂറിനിൽ വി ഹാവ് 3 tiles, ലേസനിൽ വി ഹാവ് 3 tiles, പ്ലസ് വി ഹാവ് 2 tiles for Sprachbausteine. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഷ്രൈബിനിൽ നമുക്കൊരു ലെറ്റർ ആണ്. ഓക്കെ, ബ്രീഫ് ബെഷ്വേർഡ് ഓർ ദ ബിറ്റ് ഇൻഫർമേഷൻ. ആൻഡ് പിന്നെ നമുക്ക് സ്പ്രെഹനിലുള്ളത് ആദ്യത്തെ ടൈൽ ഒരു പ്രസൻറ്റാസിയോൺ ആണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇസ് എ ഡിസ്കഷൻ. ഓക്കെ, ആൻഡ് തേർഡ് ഇസ് gemeinsam etwas planen. സോ ടെൽക്കിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സോ യു പിന്നെ ഗോയത്തയുടെ വേറെ ആയിരിക്കും, OSTയുടെ വേറെ ആയിരിക്കും. യു ഹാവ് ടു ബി വെരി വെൽ അവെയർ of the format of the exam which you are going to write. Okay, that's the first and most important thing. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം. ഓക്കെ, ലൈക്ക് ഹോറൻ എന്ത് ചെയ്യണം, ലേസൻ എന്ത് ചെയ്യണം, സ്പ്രെഹൻ എന്ത് ചെയ്യണം, ഷ്രൈബൻ എന്ത് ചെയ്യണം. സോ ലൈക്ക് വാട്ട് ഐ ഡിഡ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഷെയർ. സോ ബേസിക്കലി ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ki like this video is a must watch for B1 and B2 students. That doesn't mean that A1 and A2 students cannot watch this video. They can. But this video is like I'm focusing this not on how I began my journey, but instead like how I prepared for my exam. Okay, so I think that it would be better for B1 and B2 students to watch this video, because ആ ഒരു ലെവലിലുള്ള കുട്ടിക്കാണ് ശരിക്കും ഈ ഞാൻ പറയാൻ പോകുന്ന ഈ ടിപ്സും ഒക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആവുക. ഈവൻ A2 is a basic level. I will come on that later on or in another video. Okay, so just comment down if you want to know how I began my German journey. So I would definitely make a video for that. So right now we are focusing on our exam. Okay, our goal is to prepare for our exam. So first is hearing. So once I started my B2, like the day I started my B2, I did one thing, that was to listen to radio. That is there's an app, Radio Deutsch. Basically you can as you can see here, you can just go through the app and you have to select this thing, Deutschlandfunk. That is the radio channel in which every time you can there is this Nachricht von Slums gedacht, nicht aber für. അതിൽ പാട്ടുകളൊന്നും വരില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ബിക്കോസ് ബാക്കിയൊക്കെ ചാനൽ നിങ്ങൾ വെച്ചാൽ അതിൽ ഫുൾ ടൈം പാട്ടുകളായിരിക്കും, വെരി ലെസ് ഓഫ് ഡോയ്ഷ് വുഡ് ബി ദർ. ബട്ട് ഈ Deutschlandfunk, ഇറ്റ് ഈസ് എ ചാനൽ, അതിൽ ഫുൾ ന്യൂസ് ആയിരിക്കും, ഫുൾ ജർമ്മൻ. സോ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ B2 തുടങ്ങിയപ്പോൾ ഐ യൂസ് ടു ഞാൻ ഈ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കാൻ ഏകദേശം ഒരു 20 minutes ഉണ്ട്. ഓക്കെ, സോ ആ സമയത്ത് ഐ യൂസ് ടു ലിസൺ ടു ദിസ് റേഡിയോ. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും നല്ലൊരു 15 minutes ഉണ്ട്. ആ സമയത്തും ഐ യൂസ് ടു സാക്രിഫൈസ്, ബിക്കോസ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കും ഇറങ്ങാം, റൈറ്റ്? സോ ആ സമയത്ത് ഫ്രണ്ട്സിനോടൊന്നും മിണ്ടാണ്ട് അവരുടെ മുമ്പിൽ ഈ റേഡിയോ കേട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ലൈക്ക് അവർക്കൊക്കെ നല്ലൊരു അതുണ്ടായിരുന്നു, നീ എന്താടി ഇങ്ങനെ കേൾക്കണം, അത് നിങ്ങൾക്ക് പിന്നെ കേട്ടോടെ, ലൈക്ക് ലെറ്റ്സ് ടോക്ക്, ദിസ് ഇസ് ദ ടൈം വി ക്യാൻ ഹാവ് ഫൺ ആൻഡ് ഓൾ. പക്ഷേ ഐ തിങ്ക് ദ ഡിഫറൻസ് വാസ്, ഞാൻ ആ സമയത്ത് ആ തീരുമാനം എടുത്തത് കൊണ്ട് like that I will be listening to the Radio Deutsch and not talking to my friends was a very difficult and a very good decision that I took, because of that ഇത് ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ട് ലൈക്ക് മൈ ഹ്യൂറൻ കെൻറ്റനസ് അത് വളരെ ലൈക്ക് നന്നായി ഫെർബസനായി. ലൈക്ക് ഓക്കെ,
course that has not only helped my listening skills but also my speaking skills, because നമ്മൾ ഒറിജിനൽ ഡോയ്ഷ് കേൾക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ സ്പീക്കിങ്ങും സ്പ്രെഹിനും ശരിക്കും ഫർബസൻ ആവുക. പിന്നെ രണ്ടാമത്തെ തിങ് വിച്ച് ഐ ഡെഡ് ഫോർ മൈ ഹിയറിംഗ് വാസ് ഓഫ് കോഴ്സ് വാച്ചിങ് ജർമ്മൻ മൂവീസ്. സോ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു B1 or B2 സ്റ്റുഡൻറ്റിനോടാണ് പറയുന്നത്, ബിക്കോസ് ആ ലെവലിലാണ് നമ്മുടെ ഒരു വൊക്കാബുലറി, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും പിന്നെ ഒരു ഇത്തിരി വൈറ്റ് വൊക്കാബുലറി ആയിരിക്കും നമ്മുടെ. ഓക്കെ, അതർവൈസ് ഈ A1 A2 ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലെവലാണ്, നമുക്ക് അത്ര വൊക്കാബുലറി അറിയില്ല. വി ക്യാൻ ഓൺലി സ്പീക്ക് ബേസിക് കൺവെർസേഷൻ. ശരിക്കും ഒരു ബേസിക് കൺവെർസേഷൻ മാത്രം നമുക്ക് A1 A2 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് ഇഫ് യു വോണ്ട് എ സർവൈവൽ ലെവൽ ജർമ്മൻ, സോ യു ഹാവ് ടു റീച്ച് B1 or B2 ലെവൽ ഫോർ ഷുവർ, അതർവൈസ് യു വോണ്ട് ഗെറ്റ് ദാറ്റ്. സോ ഈ ഒരു ലെവലാകുമ്പോൾ നിങ്ങളുടെ ബിക്കോസ് ഓഫ് യുവർ വൊക്കാബുലറി അത് ഇത്തിരി വൈഡ് റേഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഇവർ പറയുന്നതൊക്കെ ദേ വിൽ ബി വേർഡ്സ് വിച്ച് യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓഫ് ദ വേർഡ്സ് വിച്ച് യു ഡോണ്ട് നോ ദ മീനിങ് ഓഫ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ലൈക്ക് ചില വാക്കുകളുണ്ട് ലൈക്ക് ഹ്യൂറനിലായാലും നമ്മുടെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ദാറ്റ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. ഓക്കെ, ആ വാക്കുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ലൈക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഐ ഹാവ് ഓൾറെഡി ഹേർഡ് ദിസ് വേർഡ് ബിഫോർ. സോ യു ഹാവ് ടു സെർച്ച് ആൻഡ് ലേൺ ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ദെൻ ആൻഡ് ദെൻ, ബിക്കോസ് നിങ്ങൾ പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് വോണ്ട് ഹെൽപ്പ്. ബിക്കോസ് ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ പിന്നെ കേൾക്കുന്ന വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ജർമ്മൻ. ഓക്കെ, ദാറ്റ്സ് എ വേർഡ് that are the words which are used in our daily life in Germany. Okay, in every German speaking country. So you have to learn that then and there. Okay, then only you can benefit from listening to this radio. Okay, so okay, as I said, second part was watching movies, German movies. So a big and huge mistake a lot of people do is that they watch German movies but with English subtitles, which is a big mistake, guys. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ബിക്കോസ് സത്യം പറഞ്ഞാൽ A1 A2 ഞാൻ ഐ ട്രൈഡ് ടു വാച്ച് ജർമ്മൻ മൂവീസ്. ഓക്കെ, പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ഹെൽപ്പ്. ലൈക്ക് ദെർ ആർ മൂവീസ് വിച്ച് ആർ മെയ്ഡ് ഫോർ A1 and A2 ലെവൽ പീപ്പിൾ, പക്ഷേ വെരി ബേസിക് നോളേജ്. ഓക്കെ, സോ അതുകൊണ്ട് വി വോണ്ട് ബി ഏബിൾ ടു ലൈക്ക് നമുക്ക് ഒരു ശരിക്കും ഒരു ജർമ്മൻ മൂവിയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ആ ലെവലിൽ കൊണ്ട് പറ്റില്ല, as I already said. So what happened was, yes, German movies originally ഞാൻ കാണാൻ തുടങ്ങി. ഓക്കെ, ഒറിജിനൽ വിത്ത് ജർമ്മൻ സബ്സ്റ്റൈറ്റിൽസ് ആൻഡ് നോട്ട് ഇംഗ്ലീഷ്, ബിക്കോസ് തുടങ്ങിയത് ഞാനും ഇംഗ്ലീഷ് സബ്സ്റ്റൈറ്റിൽസ് കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ് ഇൻ എനി വേ, ബിക്കോസ് നിങ്ങൾ ജർമ്മൻ അവർ പറയുന്നത് കേൾക്കുന്ന പോലില്ല. യു ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സബ്സ്റ്റൈറ്റിൽസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദാറ്റ് മൂവി. So that is of no use. So guys, please switch to German subtitles and please don't rely yourself completely on that subtitles. Okay, try to understand without reading the subtitles. After a few weeks, of course, നിങ്ങളുടെ hearing content already ശരിയായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിതൗട്ട് സബ്സ്റ്റൈറ്റിൽസ് ഒരു സിനിമ കാണാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ there will be words which you won't know. Just write it down and then you have to just Google it and search up the meaning and learn it. That's it. Okay, so it's easy. It's not that difficult as it sounds. Okay, so ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഹ്യൂറിന് വേണ്ടി ചെയ്തത്. And I guarantee you that after, even if you have 1 month for your exam, if you start doing it today, you will see a great difference in your hearing Cantonese. Okay, so now let's move on to lesen. Okay, so lesen is something which lesen വേണ്ടി ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി തന്നെയാണ്, നത്തിങ് എൽസ്. എത്രമാത്രം നിങ്ങൾ വൊക്കാബുലറി പഠിക്കുന്നു അത്രമാത്രം നല്ലതാണ് നിങ്ങൾക്ക് ലേസനിൽ. സോ ഹൗ ഐ യൂസ് ടു ഡു ലേൺ ഫോർ മൈ ലേസൺ ഇസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, we have this material, previous year questions for every exam. Okay, so there's a website in which it is a lot of material, study material is available, and that website is Script, SCRIBD, if I'm not wrong. Okay, and I know most of you must be aware of that. So ആ ഒരു വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ കുറേ നമ്മുടെ മെറ്റീരിയൽസ് കിട്ടും. നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ തന്നെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ടെൽക്കിന് വേണ്ടി we have this Arabic PDF. I think most of you must be aware of that, and your language institute must have already provided you with that PDF. So what you have to do is,
you have to learn a lot of new vocabularies when you get up. On a day, take a lesson. Okay, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഞാൻ 2 ലെസൺ ചെയ്യും. ആ ലെസൺ എടുക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ഡൂയിങ് ഇറ്റ്, ലൈക്ക് then and there, if you don't understand a meaning of a word, then go and search it. Okay, don't keep it for later, because later is never going to come. എൻ്റെ കേസിൽ ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. ഇത് ഞാൻ പിന്നെ നോക്കാം, ഇപ്പോൾ എഴുതി വെച്ചേക്കാം, ഈ വാക്കുകളൊന്നും എനിക്കറിയില്ല എന്ന് എഴുതി വെച്ചേക്കാം, പിന്നെ ഞാനിത് പോയി ഗൂഗിൾ ചെയ്തോളാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നാൾ നിന്നായിരുന്നു. പക്ഷെ ആ ലേറ്റർ ഇസ് നെവർ കമ്മിങ്. പിന്നെ എന്ന് പറഞ്ഞാൽ ആ സമയം വരില്ല. അതുകൊണ്ട് then and there search the meaning for that word and do the lesson. Okay, after that നിങ്ങൾ നിങ്ങളുടെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഡോണ്ട് ലുക്ക് ഫോർ ദ ആൻസേഴ്സ് ഫസ്റ്റ് ട്രൈ ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് ഇത്ര മാർക്സ് ഉണ്ട്, പാസ്സായി, ദാറ്റ്സ് ഇറ്റ്. വിട്ടിട്ട് പോവല്ല ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് അനദർ മിസ്റ്റേക്ക് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു. ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗോ ബാക്ക് ആൻഡ് സീ വൈ ദാറ്റ് what went wrong. What was the reason you got that answer wrong? Go and read the English translation if you couldn't understand anything. Okay, check for it, the reasons. നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് ലൈക്ക് എന്തുകൊണ്ട് തെറ്റ് പറ്റി. ബിക്കോസ് എല്ലാം നമ്മുടെ എക്സാം മോഡൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഈവൻ ഇഫ് ദ പാറ്റേൺ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ആയാലും പാറ്റേൺ ഇസ് സെയിം. ഓക്കെ, സോ നമ്മുടെ ലെവലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരേ ലെവൽ തന്നെയായിരിക്കും. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹ്യോറനിൽ എസ്പെഷ്യലി ഞാൻ പറയാം, ലൈക്ക് ചില അതിൽ നിന്നൊക്കെ പറഞ്ഞാൽ നിഷ്ട് എന്ന് പറയും. കോഡ് പഠിച്ച പിള്ളേർക്ക് ഇത്തിരി പ്രശ്നം പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ കോഡിലുള്ള ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിഷ്ട് വെക്കും, നിഷ്ട് മാറ്റി വെക്കും, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. ആൾക്കാരത് ശ്രദ്ധിക്കാണ്ട് they would just take what they had studied, and at the end of the day they won't have good marks or even may have failed the exam. So അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചു വെച്ചിട്ട് as you know ഇപ്പോൾ കാര്യമില്ല. നിങ്ങൾ ശരിക്കും ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ആ രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, and of course ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വെച്ചിട്ട് go and learn the code if you want. Okay, but your main focus should be, and your priority should be, to learn the language, as I already said. I'm emphasizing on this thing again and again because this is what is important actually. So lesson main vocabulary തന്നെയാണ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് you will get a lot of new words or words which are repeating again and again, and then and there, like എല്ലാം സ്ഥലത്തും ചില വാക്കുകൾ കാണാൻ പറ്റും, പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല. ചില വാക്കുകൾ എനിക്ക് കിട്ടിയത് ലൈക്ക് ഐഗൻഫ്ലിഷ്, കൗം, അങ്ങനത്തെ ഒക്കെ വാക്കുകൾ എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഐ ഡിഡ്ന്റ് നോ ദ മീനിങ്. ദെൻ ഓഫ് കോഴ്സ് ഐ ലേറ്റർ went and searched for it, and now I know. And എല്ലാ ലെസൺ ഇതൊക്കെ ഉണ്ടാവും, മസ്റ്റ് ഗ്യാരണ്ടീഡ് വേർഡ്സ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ 2-3 ശരിക്കും ഒരു 10 ലെസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം യു വിൽ ബി വെൽ പ്രിപ്പയർഡ്. ഓക്കെ, ഇഫ് യു ഡു ഇറ്റ് like എല്ലാ വാക്കുകളും, every single word which you don't know, if you go and look up for the meaning and learn it then and there. Okay, just ആ സമയത്ത് മീനിങ് കണ്ടിട്ട് അത് പിന്നെ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മാച്ച് കളഞ്ഞാൽ ദാറ്റ്സ് of no use. So പഠിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ ലെസൺ is going to be very well, and നിങ്ങൾക്ക് മനസ്സിലാവും. വൊക്കാബുലറി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെഡിങ് ആയിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനിയുള്ളത് തേർഡ് ഈസ് ലേസൻ്റെ തന്നെ പാട്ടാണ് ടെൽക്കിൽ നമുക്ക് സ്പ്രാബോസ്റ്റൈൻ വരുന്നത്. ഓക്കെ, സോ അതിൽ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ തിങ് ദാറ്റ് യു നീഡ് ടു ലേൺ, ഇതിൽ നമുക്ക് ശരിക്കും പഠിക്കണം തന്നെ വേണം. ദാറ്റ് ഈസ് വെർബൻ വിത്ത് പ്രപ്പോസിഷൻസ്, നോമൻ വെർബ് ഫെർബിൻഡുങ്ങൻ, പാർട്ടിക്കിൾസ്. പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷനിൽ കുറേ വാക്കുകളുണ്ടാവും, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയണ്ടാവില്ല. സോ അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചു വയ്ക്കുക, ബിക്കോസ് ആ വാക്കുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, വെർബൻ വിത്ത് പ്രപ്പോസിഷനും നോമൻ വെർബ് ഫെർബിൻഡുങ്ങൻ, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബിക്കോസ് അതാണ് മോസ്റ്റ് ഓഫ് ദ നമ്മുടെ ഈ ബ്ലാങ്ക്സിൽ ഉണ്ടാവുക. ഇപ്പോൾ ചില വെർബിൻ്റെ കൂടെ ചില പ്രപ്പോസിഷൻ പോകും, നമുക്കറിയാലോ, നമ്മുടെ ഡെങ്കിനായാലും ഗ്ലൗബിനായാലും അങ്ങനത്തെ കുറേ വെർബൻ വിത്ത് പ്രപ്പോസിഷൻസ് ഉണ്ട് ദാറ്റ് യു നീഡ് ടു ലേൺ. ഓക്കെ, അത് പഠിക്കുക. പിന്നെ നോമൻ വെർബ് ഫെർബിൻഡുങ്ങനും ഉണ്ട്, ലൈക്ക് എൻഷൈഡും ട്രെഫിൻ, അങ്ങനത്തെ ഒക്കെ കുറേ വാക്കുകളുണ്ടല്ലോ. സോ അതൊക്കെ പഠിച്ചു വയ്ക്കുക, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ സ്പ്രാബോസ്റ്റൈനിൽ മെയിൻലി വരുന്നത് അതാണ്. പിന്നെ നമ്മുടെ സ്വൈറ്റ് ഐയിലേക്ക് കണക്ട് ആവും, ദാറ്റ് ഈസ് വാറാബ്, സോവോൾ ആൽസ്വാuk, നിഷ്ണോ സൊണ്ടനൗക്ക്, അങ്ങനത്തെ കുറേ സ്വൈറ്റ് ഐയിലേക്ക് കണക്ടോറും കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് as I said ഓപ്ഷൻസിലുള്ള വാക്കുകളെല്ലാം പഠിച്ചു വയ്ക്കുക, ബിക്കോസ് അത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ വരുന്നത്. ഓക്കെ, അതേ ലെവൽ ഓഫ് വേർഡ്സ് ആയിരിക്കും വരാം. So practice questions because similar pattern ആണ്.
ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ Sprachbausteine നമുക്ക് ഇതൊക്കെയുള്ളൂ. ഉള്ളതാണ് നമുക്ക് Sprechen. Sprechen വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് തിങ് ഇസ് ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്, ദോസ് ഹു ആർ വിത്ത് യു studying in your institute, or German പഠിക്കാൻ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ call them and talk to them at least for half an hour or 1 hour, okay, a day. I had my friends, I used to talk. പിന്നെ ഞാൻ ഒരു മെയിൻ എന്താ പറയുക, ഒരു മോസ്റ്റ് ഓഫ് മൈ ജേർണി ലൈക്ക് ഇപ്പോൾ 10 മാസത്തെ കോഴ്സ് ആയിരുന്നെങ്കിൽ ഞാനൊരു 9 മാസം ഒരേ ആളോടാണ് ശരിക്കും കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് ഈ പാർട്ട്ണറായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് പിന്നെ ലാസ്റ്റത്തെ ഒരു മാസം എനിക്ക് മനസ്സിലായത് ഒരാളോട് സംസാരിച്ചാൽ തന്നെ കാര്യമാവില്ല, ബിക്കോസ് എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. The thinking, the way, everything is different, right? So as much as നിങ്ങൾക്ക് എത്ര ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. സോ ലാസ്റ്റത്തെ മന്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും മാറി മാറി വിളിക്കാൻ തുടങ്ങിയിരുന്നു. and I used to speak to them because everyone has a different thinking, right? അവർ വേറെ വേറെ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് പ്രിപ്പയറിംഗ് റീഡിംഗ് മെറ്റീരിയൽസ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്പ്രെഹനിൽ റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. ലൈക്ക് ഡിസ്കഷൻ ആയാലും, ലൈക്ക് നമുക്കിപ്പോൾ ഡിസ്കഷനിൽ ആദ്യത്തെ ഒരു കുഞ്ഞ് zusammenfassung പറയണം, റൈറ്റ്? സോ യു ക്യാൻ ജസ്റ്റ് സേ hallo, ich habe einen Text zum Thema das gelesen, text diskutiert über, അങ്ങനത്തെ കുറേ നമുക്ക് ഉണ്ട്, നമുക്ക് റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മറ്റേ gemeinsames പ്ലാനിനായാലും ലാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും പറയും was denkst du darüber, was healst du davon, അങ്ങനത്തെ കുറേ റീഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ട്രൈ നോട്ട് ടു റിപ്പീറ്റ് തിങ്സ്, ഓക്കെ? പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് നമ്മുടെ ChatGPTയുടെ ലൈവ് കൺവെർസേഷൻ, ലൈവ് ചാറ്റില്ലേ, നമുക്കിപ്പോൾ സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആസ് യു ഓൾ മേ ബി അവെയർ ഓഫ് ദാറ്റ്. സോ അതിലെന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു സ്പീക്ക് ടു ദ ChatGPT ഇൻ ജർമ്മൻ, ഓക്കെ? സോ ആ ജർമ്മൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ആ ജർമ്മനാണ്. ബിക്കോസ് ദാറ്റ് വാസ് ഇൻ എക്സാക്ട് ജർമ്മൻ ആക്സെൻറ്റ്. നമ്മുടെ ഫ്രണ്ട്സിന് അതില്ല, നമുക്കില്ല. പക്ഷേ ChatGPT ഹാസ് ദാറ്റ് ഫീച്ചർ, സോ വൈ നോട്ട് യൂസ് ഇറ്റ്, റൈറ്റ്? സോ ഐ യൂസ് ടു സ്പീക്ക് എവറി ഡേ. നമുക്കിപ്പോൾ സൂപ്പർ ചാറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ 5 minutes ഡെയിലി ഓർ 7 minutes ഡെയിലി, അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് അതിൽ കയറാം, പ്ലസിൽ കയറാം. അതർവൈസ് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക്, വിതൗട്ട് നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ? സോ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഒരു 7 minutes ഒക്കെ എനിക്ക് ഡെയിലി കിട്ടും. ഐ വിൽ യൂസ് ടു ടോക്ക് ഇറ്റ്. അതർവൈസ് വി ഹാവ് എ സ്റ്റാൻഡേർഡ് വോയിസ് ആസ് വെൽ ഇൻ ChatGPT. അതും നല്ല ഹെൽപ്ഫുൾ ആണ്. സോ ഐ യൂസ് ടു ടോക്ക് ടു ഇറ്റ് ആസ് വെൽ. സോ ദാറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. പിന്നെ നമുക്ക് കുറേ ടോപ്പിക്സ് കിട്ടും. ലൈക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ ആൾക്കാർ പറയും, നമ്മുടെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ പറയും നിങ്ങൾ ChatGPT യൂസ് ചെയ്യല്ലേ, നിങ്ങൾ സ്വയം നിങ്ങളുടെ വൊക്കാബുലറി ആയിട്ട് ഒരു കൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറയും. ബട്ട് ലെറ്റ് മീ ടെൽ യു, that is of no use. Use ChatGPT instead, because നമ്മൾ ഈ ChatGPT യൂസ് ചെയ്യുമ്പോൾ ദ വൊക്കാബുലറി അവർ യൂസ് ചെയ്യുന്നത്, ദ വേ, എന്തൊരു വെൽ സ്ട്രക്ചേർഡ് കൺവെർസേഷൻസ് ആണ് ഈ ChatGPT പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയൂ. ലൈക്ക് ഐ വാസ് ലൈക്ക് സോ ഷോക്ക്. ലൈക്ക് എനിക്ക് ആഗ്രഹമുള്ള അങ്ങനത്തെ കൺവെർസേഷൻസ് നല്ലൊരു രീതിയിൽ, ബിക്കോസ് ഓഫ് കോഴ്സ് ദാറ്റ് നോസ് ChatGPT നോസ് മച്ച് മോർ ജർമ്മൻ ദാൻ us, റൈറ്റ്? സോ അത്രയും നല്ല ഒരു അതിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി, B2 ലെവലിൽ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരണം, ആൻഡ് ദാറ്റ് വിൽ പ്രിപ്പയർ യു അക്കോർഡിംഗ്ലി, ആൻഡ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് അതിൽ വൊക്കാബുലറി, കുറേ വൊക്കാബുലറി ഉണ്ടാവും നമുക്കറിയാത്തത്. അപ്പോൾ അത് ഓക്കെ, ഐ നോ നമുക്കറിയാത്ത വൊക്കാബുലറി ആണ്, അത് പഠിക്കാം. അത് പഠിച്ചാൽ നമുക്കറിയാവുന്ന വൊക്കാബുലറി മാറുമല്ലോ. സോ വി ക്യാൻ യൂസ് ദാറ്റ്. സോ അത് കാരണം തന്നെ എനിക്ക് എന്തൊരു ലൈക്ക് ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് അതെൻ്റെ നോളേജ്, എൻ്റെ വൊക്കാബുലറി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ChatGPT ആണ്. ChatGPT is very helpful, be it for Schreiben. Okay, next is our Schreiben. Okay, prepare your own reading materials for this thing, Sprechen, and then let's move on to Schreiben. So Schreiben, again we have to prepare our own reading materials. നമുക്കറിയാം, if you are familiar with your exam format, it's very easy. TELC ഒരു ലെറ്റർ ആണ് നമുക്ക് വരുന്നത്. So അത് either it is Beschwerde oder Bitte um Informationen. Okay, so Information, not Informationen. Okay, so അതായിരിക്കും. സോ നമുക്ക് മുമ്പേ ഡിസൈഡ് ചെയ്യാൻ പറ്റും which letter or which type of letter are we going to choose, because നമുക്ക് ഈ 2 ടൈപ്പ് എന്തായാലും എക്സാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡിസൈഡ്
മുമ്പ് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് വെക്കണം നിങ്ങൾ ഏതാ എടുക്കണം. ഞാൻ എടുത്തത് ബെസ്റ്റ് വേർഡ് ആയിരുന്നു. ബിക്കോസ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് വി കെൻ കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനും കംപ്ലൈൻറ്റ് തന്നെയല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ വി ക്യാൻ ഫൈൻഡ് മോർ തിങ്സ് ഓഫ് കംപ്ലൈനിങ് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ്. ബിക്കോസ് അല്ല, ചില ആൾക്കാർക്ക് അതായിരിക്കും താല്പര്യം. ദാറ്റ് ഈസ് വെരി ഗുഡ്. അതിലൊരു പ്രശ്നമില്ല. യു കെൻ ചൂസ് എനിത്തിങ്. ഓക്കെ, whichever one you like. So I choose best word. സോ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു അൺലൈറ്റിങ്ങും പിന്നെ നമ്മുടെ അപ്ഷൂസ് നമ്മുടെ കൺക്ലൂഷൻ പാർട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ റീഡ് മെറ്റൽസ് ഞാൻ സ്വയം അത് നിങ്ങൾ സ്വയം എഴുതണം ആദ്യം. ഓക്കെ, ഐ റോട്ട് ഇറ്റ് ബൈ മൈ ഓൺ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ആ റീഡ് മെറ്റൽസ് ഞാൻ ChatGPT ഇട്ട് കൊടുത്തു. ആൻഡ് I asked it to furbessen my radar metal. And അത് അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നു. ഓക്കെ, സോ ഐ യൂസ് ദാറ്റ്. ഇറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. എൻ്റെ ടീച്ചേഴ്സൊക്കെ അത് വായിച്ചപ്പോൾ ദേ സെഡ് ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ നല്ല പ്രാക്ടീസാണ്. നമുക്ക് ടൈപ്പിംഗ്, നമ്മുടെ എക്സാം ടൈപ്പിംഗ് ആണ് ടെൽക്ക്. ഗോയിത്തെ റിട്ടേൺ അല്ലേ, ഡിജിറ്റലും ഉണ്ട് ചില സ്ഥലത്ത്, പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ ഓപ്റ്റിംഗ് ഫോർ റിട്ടേൺ എക്സാം. പക്ഷേ നമുക്ക് ടെൽക്ക് ഡിജിറ്റലാട്ടോ. സോ അതിന് നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് പഠിക്കണം. മുമ്പേ ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങണം. ബിക്കോസ് ജർമ്മൻ കീബോർഡാണ് ഉണ്ടാവുക. ഞാൻ പരീക്ഷ എഴുതിയത് ആഗ്രയിലാണ്. ഓക്കെ, ടെൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ ജർമ്മൻ കീബോർഡായിരുന്നു എനിക്ക്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രമൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നിട്ടാ ഈ ഇംഗ്ലീഷ് കീബോർഡ് തന്നെ അത് ജർമ്മനിൽ സെറ്റാക്കിയിട്ട് ദ വേ സോഫ്റ്റ്വെയർ ജർമ്മൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രമൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ. സോ ഫോർ ഷൈബൻ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മെയിൻലി പ്രിപ്പയർ യുവർ ഓൺ റേഡിയോ മെറ്റൽസ് ആൻഡ് ദെൻ ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ് ബൈ എക്സ്പീരിയൻസ് ടീച്ചർ ഓർ ഹൂഎവർ. ChatGPT ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കെൻ ഡു ഫോർ ഷൈബൻ. സോ നൗ ഗൈസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് നത്തിങ് എൽസ് ബട്ട് ടു പ്രേ ടു ഗോഡ് ഡെയിലി. ബിക്കോസ് അത് ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ B2 ജേർണിയിൽ ഇസ് ദൈവാനുഗ്രഹം, പ്രാർത്ഥന. വി ഹാവ് ടു ഡു ദാറ്റ്. ബിക്കോസ് നമുക്കറിയാം B2 എത്ര മാത്രം ആൾക്കാരാണ് B2 ഫെയിൽ ആവുന്നത്. ലൈക്ക് ഇറ്റ്സ് ഹൗ ഇന്നത്തെ കാലത്ത് B2 പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, ലൈക്ക് B2 പാസ്സാവുമ്പോഴാണ് ആൾക്കാർക്ക് അതിശയം. ഫെയിലായി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അതിശയമില്ല. ബിക്കോസ് ദാറ്റ്സ് എ വെരി കോമൺ തിങ്. ലൈക്ക് ഇപ്പോൾ ഒരു 10 ആൾക്കാർ പരീക്ഷ എത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാത്രം പാസ്സാവണമല്ലോ. ഇപ്പോൾ ലൈക്ക് ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ദിസ് B2 എക്സാം. സോ പ്രാർത്ഥന ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, nothing is impossible to go forward, you know that. Like മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:77. So you have to pray to God daily and everything will be good. Okay, God has a plan for all of us and things will work the way and in his time which he has planned for us. Okay, so ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആയ ആൾക്കാരായിരിക്കും, തേർഡ് അറ്റംപ്റ്റ് ആയിരിക്കും. don't feel disappointed or sad, okay, disheartened, because that's all part of God's plan. So just pray to God daily and you will definitely testify that how great God is. Okay, ഞാൻ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്ത ആളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. And I would definitely be making a video about the spiritual side of passing a B2 exam, like how important that is. That is equally important, like as we are studying, Tan Padi Dev Padi. Do your best, okay, and God will do the rest. That is something which is universal. We all know that. That is how things work. Okay, നിങ്ങൾ നിങ്ങളുടെ പാട്ട് ചെയ്തില്ല, പ്രാർത്ഥന മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, പഠിപ്പ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, രണ്ടും വേണം. Okay, that's the secret to excel in life. Okay, so hope you like this video. Do like, share and subscribe my YouTube channel. And if you want more videos related to German learning, and especially a video for A1 and like for the beginners who are learning, starting their journey in German,
I'll be soon posting videos, and also I will be posting videos about the mistakes that you should avoid during your exam preparation. Okay, I did talk about few of the points in this video, but not all. So I'll be making another video for that. And also, ipo ningal kettu kandum, like Austria is rising like this. Germany ആണല്ലോ ഇപ്പോൾ ഫുൾ നമ്മൾ കേട്ടോണ്ടിരുന്നത്. പക്ഷേ Austria is equally or much better than Germany in a lot of ways. So ഞാൻ പോകുന്നത്, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ പോകുന്നത് ഓസ്ട്രിയക്കാണ്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് ഓസ്ട്രിയ, ഓക്കെ, അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. If you want to know the interview questions which were asked to me for Austria BSc nursing program, I would definitely make a video for that. So if you like this video, do like, share and subscribe my YouTube channel. See you soon. Bis bald. Tschüss.